ലൈഫ് ഓൺ ടോക്കിലേക്ക് സ്വാഗതം. അപ്പോൾ എനിക്കറിയാം കുറേ നാളായി ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടെന്ന്. ഇപ്പം എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞിട്ട് 4 മാസം എൻ്റെ ബ്രേക്കാണ്, സെം ബ്രേക്കാണ്. അപ്പോൾ ഞാൻ കരുതി കുറച്ച് വീഡിയോസൊക്കെ ഇട്ട് നിങ്ങളെ വെറുപ്പിക്കാമെന്ന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊണസ്റ്റോഗ കോളേജിൻ്റെ ഫ്രോഷ് കിറ്റ് എന്ന് പറഞ്ഞ സംഭവമാണ്. അപ്പം പലരും എന്നോട് ചോദിച്ചു, ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ എനിക്ക് ഫ്രോഷ് കിറ്റ് കിട്ടിയപ്പോൾ ഫോട്ടോ ഇട്ടിരുന്നു. അപ്പോൾ ഇതെങ്ങനെയാണ്, ഫ്രീ ആയിട്ടാണോ കിട്ടുന്നത്, കോളേജിൽ പോയാണോ പിക്കപ്പ് ചെയ്യുന്നത്, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് കിട്ടിയിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് അൺബോക്സ് ചെയ്യുമ്പോൾ എന്തായാലും നിങ്ങളെ കൂടെ കാണിക്കാം. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് കിട്ടുന്നത്, എത്രയാണ് എൻ്റെ പേയ്മെൻറ്റ് എന്നൊക്കെ ഉള്ള കാര്യം ഞാൻ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് സെറ്റ് ചെയ്തിട്ടും എൻ്റെ മുഖത്തോട്ട് നിഴൽ വരുന്നുണ്ട്. അപ്പോൾ അതാട്ടോ, സെറ്റ് ചെയ്ത് പഠിക്കുന്നതേ ഉള്ളൂ. അപ്പം നിഴൽ കണ്ടിട്ട് പേടിക്കല്ലേ ആരും. അപ്പോൾ ഇതാണ് കേട്ടോ സംഭവം, നമ്മളുടെ കൊണസ്റ്റോഗ കോളേജിൻ്റെ ഫ്രോഷ് കിറ്റ് 2021-2022 CSI. അത് കണ്ടു, കൊണസ്റ്റോഗ സ്റ്റുഡൻസ് ഇങ്ക് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ശരിക്കും കോളേജ് ഒരു പ്രൈഡായിട്ട് കണക്കാക്കുന്നവർക്കൊക്കെ ഒരു വലിയൊരു സംഭവമാണ് ഈ സാധനം. അപ്പം ഇതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ ലാസ്റ്റ് പറയാം. ആദ്യം എന്താ ഇതിനകത്ത് ഉള്ളതെന്ന് നോക്കാം. ഓക്കെ, ഇത് സ്റ്റുഡൻറ്റ് എൻഗേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ടാഗാണ്. നമുക്ക് കീ ചെയിൻ ID ഒക്കെ തൂക്കിയിടാൻ പറ്റുന്നൊരു സാധനം. പിന്നുള്ളത് ഇതൊരു ബീനി ക്യാപ്പ്. കണ്ടോ, കൊണസ്റ്റോഗയുടെ C ആണ് ഈ കാണുന്നത്. അപ്പോൾ ഒരു ബീനി ക്യാപ്പ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദിസ് ഇസ് കൂൾ റൈറ്റ്. കൊള്ളാം. ലെഫ്റ്റ് എന്ന് L6 ലെഫ്റ്റ് റൈറ്റ് ഉള്ളൊരു ഗ്ലൗസ് കേട്ടോ. ഞാൻ എപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട്. നമ്മുടെ ഫിംഗർ എവിടെയാണെന്ന് നോക്കിയിട്ടൊക്കെ ഗ്ലൗസ് ഇടുന്നവർക്ക് ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. പിന്നെ ഇപ്പുറത്ത് കൊണസ്റ്റോഗയുടെ സ്റ്റുഡൻറ്റ് സിങ്ങിൻ്റെ സിമ്പിളും ഉണ്ട് കേട്ടോ. C ഫോർ കൊണസ്റ്റോഗ. പിന്നെ നല്ല കിടിലൻ ഒരു മാസ്ക് ഉണ്ട്, അതിലും കൊണസ്റ്റോഗയുണ്ട്. ഇത് വെയർ ചെയ്ത് പോകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും നിങ്ങൾ കൊണസ്റ്റോഗയുടെ സ്റ്റുഡൻ്റ് ആണ്. ഓക്കെ, യുവർ കോളേജ് യുവർ പ്രൈഡ്. ഇത് സോക്സ്. ഈ സോക്സ് കൊള്ളാം കേട്ടോ. വിൻ്ററിൽ നല്ല ഉപകാരപ്പെടും. ഞാൻ ഇതുവരെ പുറത്തെടുത്തില്ല. പിന്നെ ഒരു ഗോഗിൾസ് ഉണ്ട്. കുഴപ്പമില്ല, അത്യാവശ്യം സമ്മറൊക്കെ അടിച്ച് കളിക്കാം. കുഴപ്പമില്ല കേട്ടോ, നല്ല. ഇത് വെച്ചിട്ട് തലവേദന വരുന്നുണ്ടോ എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. പിന്നെയുള്ളത് ഇതാണ് ട്രൈപോഡ്. അയ്യോ, ഇതിന് വേറെ സാധനമൊന്നും ഇല്ലേ? ട്രൈപോഡ്. പിന്നെ ഇത് ഫിറ്റ് ചെയ്യാനുള്ള സാധനമുണ്ട് കേട്ടോ. ഇത് സ്ക്രൂ ചെയ്ത് വെക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു ട്രൈപോഡ് ഉണ്ട്. വലിയ ബലമൊന്നും ഇല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഈ സംഭവം എന്താ? അയ്യോ, ഇതൊരു ബേത്തിങ് ടവലാണെന്ന് തോന്നുന്നു കേട്ടോ. നോക്കേ. അയ്യോ, എവിടെയോ ഞാൻ കൊണസ്റ്റോഗ എന്ന് കണ്ടല്ലോ. അവിടെയും കൊണസ്റ്റോഗയുണ്ട്. അതേ കണ്ടോ, കൊണസ്റ്റോഗ സ്റ്റുഡൻറ്റ് സിങ്കിൻ്റെ ഒരു ടവലാണ്. പിന്നെ ഒരു ഹാൻഡ് സാനിറ്റൈസിങ് ജെൽ നമ്മുടെ പാൻഡമിക് സമയത്ത് നല്ല യൂസ്ഫുള്ളാണ്. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനം എന്ന് പറയുന്നത് ഇതാണ്, കൊണസ്റ്റോഗയുടെ ഫ്ലാസ്ക്. നല്ല കൂൾ ഫ്ലാസ്കാണ്. വിൻ്ററിൽ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടൊരു സാധനം. എല്ലാം വിൻ്റർ ബേസ്ഡ് ആണ് കേട്ടോ. വിൻ്റർ എനിക്ക് കിട്ടിയത്, ഞാനിവിടെ വന്നിട്ട് ഒക്ടോബറിലാണ് എനിക്ക് ഈ സംഭവം കിട്ടുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു വിൻ്റർ പ്രമാണിച്ചുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. പൊതുവേ ഇതാന്ന് തോന്നുന്നു ഫ്രോഷ് കിറ്റിൽ മിക്കവാറും കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ കോളേജിനെ കുറിച്ച് അഭിമാനിക്കാനായിട്ട് നമ്മുടെ റൂമിൽ വെക്കാൻ പറ്റുന്നൊരു ഫ്ലാഗ് ഉണ്ട്, കൊണസ്റ്റോഗയുടെ ഫ്ലാഗ്. യു ക്യാൻ കീപ്പ് ഇറ്റ് ലൈക്ക് ദിസ്. ഇങ്ങനെ വെച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു ഫ്ലാഗ് ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞ് എന്താ സംഭവമുള്ള, നല്ലൊരു ഡയറി ഉണ്ട് കേട്ടോ. കൊള്ളാം. നോട്ട്സൊക്കെ എഴുതി വെക്കാൻ പറ്റുന്നൊരു ഡയറിയാണ്. അതായത് പേപ്പറൊന്നും വേസ്റ്റ് ചെയ്തിട്ടില്ല, എല്ലാ പേപ്പറും ലൈൻ തന്നെയാണ്. ഇടയ്ക്ക് പിക്ചേഴ്സോ ഒന്നും കേട്ടിട്ടില്ല. നല്ലൊരു കൂൾ ഡയറി, നമ്മുടെ ബാഗിൽ ഫിറ്റ് ചെയ്യുന്നൊരു ഡയറി തന്നെ. കുഴപ്പമില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ ബോക്സിനകത്ത് എനിക്ക് വന്ന CSI ഫ്രോഷ് കിറ്റ്. അപ്പോൾ ഇത്
ശരിക്കും പറഞ്ഞാൽ നമ്മൾ പൈസ കൊടുത്ത് തന്നെ വാങ്ങിക്കുന്ന സാധനം കേട്ടോ. അതെപ്പോഴാണ് പൈസ കൊടുക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫീസിൻ്റെ കൂടെ ഒരു ഓപ്ഷണൽ ഫീ ഉണ്ട്, ഫ്രോഷ് കിറ്റിൻ്റെ ഓപ്ഷണൽ ഫീ. അപ്പോൾ ആ ടൈമിലാണ് നമ്മളിത് പേ ചെയ്യുന്നത്. നമ്മളാരും അറിയത്തില്ല, കാരണം ആ ഓപ്ഷൻ നമുക്ക് മാറ്റാവുന്ന ഒരു സൈറ്റിലൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്കത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റാം. അത് ഓപ്ഷണൽ ഫീ ആണ്. അപ്പോൾ അതൊരു $85 to $90 ആണെന്ന് തോന്നുന്നു അതിൻ്റെ ഫീ. അപ്പോൾ നോർമലി നമ്മൾ ഫസ്റ്റ് സെമസ്റ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിൻ്റെയൊക്കെ ഫീ ചെയ്യുന്ന കൂട്ടത്തിൽ അത് വരാറുണ്ട് ഫ്രോഷ് കിറ്റിൻ്റെ. അപ്പോൾ എനിക്ക് തോന്നുന്നു 85 പ്ലസ് സംതിങ്, അതാണ് അതിൻ്റെ 2 ഓപ്ഷണൽ ഫീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ വരുന്ന സാധനമാണ് ഈ പറഞ്ഞ കൊണസ്റ്റോവയുടെ നല്ല കിടിലൻ ഐറ്റംസൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഒരു $85 സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫീസിൻ്റെ കൂട്ടത്തിൽ നമുക്കത് ഓപ്ഷണലായിട്ട് 3 നമുക്ക് കൊടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മുടെ കോളേജിനെ കുറിച്ച് പിന്നെ ഓർക്കാനും, അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക, ഗ്രാജുവേഷൻ സെറമണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ കോളേജിനെ കുറിച്ചൊരു പ്രൈഡൊക്കെ ഫീൽ ചെയ്യുന്ന സമയത്ത് നമുക്കിത് എന്താ പറയുക, നമ്മുടെ റൂമിലൊക്കെ ഇതിങ്ങനെ തൂക്കിയിട്ടേക്ക് കാണുമ്പോൾ ഒരു രസമല്ലേ. എത്രയൊക്കെ ആയാലും നമ്മളുടെ കനേഡിയൻ എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് മാറി നിന്ന് പഠിക്കുന്ന സമയം, ഇപ്പോൾ ഇവിടെ PR ആയാലും ശരി, അല്ലെങ്കിൽ നാട്ടിൽ തിരിച്ചു പോകുന്നവരാണെങ്കിലും ശരി, എപ്പോഴും നമ്മൾ പഠിച്ച വിദ്യാലയം അല്ലെങ്കിൽ നമ്മളൊരു കോളേജ് ലൈഫ് എല്ലാം നമ്മൾ ട്രഷർ ചെയ്യുന്നൊരു സംഭവമാണല്ലേ. അപ്പോൾ എനിക്ക് ഈ കിറ്റ് ഭയങ്കര ഹെൽപ്ഫുള്ളായിട്ടാണ് തോന്നിയത്. പക്ഷേ ഈ കിറ്റ് മാത്രമല്ല, കൊണസ്റ്റോഗ ശരിക്കും പറഞ്ഞാൽ വെൽനെസ് കിറ്റ്, അതുപോലെ തന്നെ പിന്നെന്തായിരുന്നു, വർക്ക് അറ്റ് ഹോം കിറ്റ്, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഫുള്ളി ഫ്രീ ആണ്. അത് അവരുടെ ഇൻസ്റ്റാഗ്രാം സൈറ്റ് ഫോളോ ചെയ്യുന്നവർക്ക് റാൻഡം ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കിറ്റ്സാണ്. അപ്പോൾ നിങ്ങളിതൊക്കെ ബെനിഫിറ്റ് ചെയ്യുക. കാരണം നമ്മൾ ഒരു കോളേജിൻ്റെ സ്റ്റുഡൻസ് എന്ന നിലയിൽ നമ്മളെപ്പോഴും കോളേജിൻ്റെ ആക്ടിവിറ്റീസിൽ മാക്സിമം ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ ഇവിടെ ഒത്തിരി ആക്ടിവിറ്റീസ് അവർ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൊണസ്റ്റോഗ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇട്ടിരുന്നു ഫുഡ് ബാങ്ക് അല്ലേ. ഫുഡ് ബാങ്കിൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഞാൻ ആ കിറ്റ് ഞാൻ യൂസ് ചെയ്തത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 to 3 വീക്സ് എനിക്ക് സെറ്റായിട്ട് പോകാനുള്ള സാധനം ഉണ്ടായിരുന്നു അതിൽ. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ ഇനിഷ്യേറ്റീവ് കൊണസ്റ്റോഗ കോളേജിൻ്റെ സൈഡിൽ നിന്നുണ്ട്. അപ്പോൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക, നമ്മുടെ കോളേജിൻ്റെ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുക. അങ്ങനെയൊക്കെ നമ്മൾ മാക്സിമം ടൈം കണ്ടെത്തുക ഇതിനൊക്കെ. അങ്ങനെ അതാണ് ഇന്നത്തെ ഈ വീഡിയോ. കാരണം ഞാൻ ഫുൾ ടൈം ആയിട്ട് കുറച്ച് നാൾ വർക്കൊക്കെ കഴിഞ്ഞിട്ടൊന്ന് ബോറടിച്ചിരിക്കുമായിരുന്നു. പുറത്ത് പോകാൻ പറ്റില്ല, കാരണം നല്ല വിൻ്ററാണ്, മുട്ടറ്റം മഞ്ഞാണ്. അപ്പോൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങളായിട്ട് എന്താ പറയുക, വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നു. അപ്പോൾ നിങ്ങളിത് കാണിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇത് ഓപ്ഷണൽ ഫീയിൽ, നമ്മൾ ടോട്ടൽ ഫീൽ ഓപ്ഷണലായിട്ട് വരുന്ന ഒരു സംഭവമാണ്. നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്കത് സെലക്ട് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ കോളേജിൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. അതിൽ മാക്സിമം ആക്ടിവിറ്റീസ് ഉണ്ട്, അതിലെല്ലാം ഇൻവോൾവ് ചെയ്ത് നമുക്ക് ബെനിഫിറ്റ് ചെയ്യുന്ന പ്രോഗ്രാംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വീഡിയോ വരയ്ക്കും. ബൈ.